നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമുക്ക് ഒരു ഫില്ലിംഗ് വെച്ച് 4 ടൈപ്സ് ഓഫ് മോമോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് ഞാൻ ക്രീമി മോമോസ്, ഒന്ന് ബ്രോസ്റ്റഡ് ടൈപ്പ് മോമോസ്, ഒന്ന് സ്റ്റീംഡ് മോമോസ്, പിന്നെ ഒന്ന് നോർമൽ മോമോസാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഡോ റെഡിയാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ചപ്പാത്തിക്കെല്ലാം കുഴക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം കുഴച്ചിട്ട് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ കുറച്ച് ഒരു 1/4 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഒരു ബൗൾ എടുത്തിട്ട് അടിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അടിച്ച് വെച്ചിട്ട് ഇത്ര ചിക്കനാണ് കിട്ടിയത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അതും. അപ്പോൾ മല്ലിച്ചപ്പ് ചേർത്ത് പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചാണേ ചേർക്കണ്ടു, അധികമായി പോവരുത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. കുറച്ച് ഒലീവ് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് അതും അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. അതിനായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് പരത്തി, കുറച്ച് വലുതായിട്ട് തന്നെ ഞാൻ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ട്. അതിനായിട്ട് കുറച്ച് വലുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് വെച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു സ്പൂൺ ഫില്ലിങ് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മടക്കിയെടുക്കാം. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കാം. കിഴി പോലെയാ, ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ആവുന്നത് അതേപോലെ ആക്കിയെടുക്കുക. ഓരോന്നും അങ്ങനെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടച്ചമ്പെടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റെഡിയാക്കി വെച്ച മോമോസ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. 20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. അത്രയാ വേവുണ്ടു. നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് 20 മിനിറ്റോടെ. ഇനി നമുക്ക് ബ്രോസ്റ്റഡ് ടൈപ്പ് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുട്ട ഉടച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മോമോസ് എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് മാറ്റി വെക്കാം. ഒരു 4 എണ്ണം ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ. 4 ടൈപ്സ് ആയതുകൊണ്ട് എല്ലാം 4 ഇത് വെച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. 4 എണ്ണം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായപ്പോൾ നോർമൽ ഫ്രൈഡ് മോമോസാണ് ഇതിപ്പം പൊരിച്ചെടുക്കുന്നത്. അതായത് സ്റ്റീം ചെയ്ത് വെച്ച് മോമോസ് എണ്ണയിലിട്ടിട്ട് പൊരിക്കുന്നതാണ്. അത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രംസ് മുക്കി വെച്ച ബ്രോസ്റ്റഡ് റെഡിയാക്കാം. അതിനായിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ക്രീമി മോമോസിന് വേണ്ടിയിട്ട് ക്രീം റെഡിയാക്കാം. ഒരു പാനിലേക്ക് ചെറിയ കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂണ് മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോമോസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീമി മോമോസും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രീമി മോമോസാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ക്രീമി മോമോസ് ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ആദ്യം ഞാൻ ക്രീമി വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രോസ്റ്റഡ് മോമോസും പിന്നെ നോർമൽ മോമോസും സ്റ്റീംഡ് മോമോസും ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഫ്രൈഡ് മോമോസും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്.
അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.